ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു വെണ്ടക്ക റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയും കൂടെയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനു മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് അതിലോളൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടി കുറച്ച് വെണ്ടക്ക കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാളയും 2 മീഡിയം സൈസിലുള്ള തക്കാളിയും ഒരു പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ 1-2 തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പുളി ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കാം. ഒരു നാരങ്ങയോളം വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടക്ക ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിനു വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടക്ക നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ആ കൊഴുപ്പൊന്ന് മാറി വരുന്നത് വരെ വേണം നമ്മൾ വഴറ്റി കൊടുക്കാനായിട്ട്. ഇപ്പോൾ വെണ്ടക്ക നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. പാൻ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 ടീസ്പൂണോളം പെരുംജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം കടുകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്കൊരു വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ റോസ്മെല്ലൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. സവാളയും നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കണം. തക്കാളി പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. പൊടികളൊക്കെ നന്നായി വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് പുളിയുടെ വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പുളി നന്നായി പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ അധികം ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് മസാലയിലോട്ടൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതുപോലെ ഒന്ന് അടച്ച് വെക്കാം. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ട് നല്ല ഗ്രേവി രൂപത്തിലായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറി വരുമ്പോൾ ഒന്നുകൂടെ തിക്കായിട്ട് വരും. ഇതുപോലെ ഗ്രേവി രൂപത്തിൽ കഴിക്കാനാണ് ഇത് വളരെ ടേസ്റ്റ്. ഒരുപാട് വെള്ളമായിട്ട് നല്ല കറി പോലെ ഉപയോഗിക്കുമ്പോൾ ഇത്രയും ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടാൻ ഇതുപോലെ തിക്കായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടും ഉപയോഗിക്കാം. നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് ഇൻഷാ അള്ളാ ഞാൻ വീണ്ടും വരും. താങ്ക് യു.